എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പോവില്ല സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ചന്ദ്രമതിയെ കാണാൻ വേണ്ടി രവി ബാമയുടെ വീട്ടിലോട്ട് വരികയാണ്. ബാമയുടെ വീട്ടിൽ ചെന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ശരത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. അവനൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനല്ലേ, അവനൊരു തെറ്റ് ചെയ്തു പോയി. നീ അത് ക്ഷമിക്കാൻ തയ്യാറാവണം. നീ അവന് മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുക്കാൻ തയ്യാറായ അവൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കത്തില്ല. നീ അങ്ങനെ ചെയ്താൽ ഒരു കുടുംബം രക്ഷപ്പെടും. വരുന്ന ദിവസം അവൻ്റെ എക്സാമാണ്, അവനെ ജയിലിൽ കയറ്റരുത് എന്നൊക്കെ രവി ചന്ദ്രയോട് പറയുന്നുണ്ട്. ചന്ദ്ര പറയും, ഇല്ല രവിയേട്ടൻ എത്ര നിർബന്ധിച്ചാലും ഞാൻ അവനെതിരെയുള്ള പരാതി പിൻവലിക്കത്തില്ലെന്ന് പറയും. അത് കേൾക്കുന്ന രവിക്ക് അങ്ങ് വിഷമോ സങ്കടമൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവി അന്ന് ബാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്താണ് ശ്രുതിയും കൂടി അങ്ങോട്ട് വരുന്നത്. ശ്രുതിയും കാണുമ്പോൾ അച്ഛനെ കാണുന്ന, അങ്കിൾ എന്താ ഇവിടെ? ഓ, അമ്മയെ ആൻറ്റിയെ കാണാൻ വന്നതാണോ? എവിടെ? എന്നെ കാണാനൊന്നും അല്ല, അവനെതിരെ ഉള്ള പരാതി പിൻവലിക്കാനായിട്ട് വന്നതാണെന്ന് പറയും. പരാതി പിൻവലിക്കാനോ? ചെയ്യരുത് അമ്മ, ഒരു കാരണവശാലും അവനെതിരെയുള്ള പരാതി അമ്മ പിൻവലിക്കരുത്. അച്ഛനെന്നല്ല ആരും ഒന്ന് പറഞ്ഞാലോ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രവിക്കങ്ങ് ദേഷ്യം വരും. രവി ശ്രുതിയെ അങ്ങ് ദേഷ്യത്തോടെ നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. പിന്നെ പറയാം, അമ്മ അവൻ മോഷ്ടിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്, എൻ്റെ അമ്മയെ അവൻ കൊല്ലാൻ ശ്രമിച്ചില്ലേ? അത് തന്നെ. അവൻ പിടിച്ച് വലിക്കുന്ന സമയത്താണ് അമ്മ റോഡിൽ വീണ് അമ്മയ്ക്ക് ഇതിനെ പറ്റിയിരുന്നെങ്കിലോ? അവൻ മനഃപൂർവ്വം. മുമ്പ് അവൻ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചു, ഇപ്പോൾ ഇതും. അവൻ ജന്മനാ കള്ളനാ. അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവനെ പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്കിൾ എന്നോട് ദേഷ്യപ്പെട്ടു. ഇപ്പം എന്തായി? അതാ ശ്രുതി, എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ അവനെതിരെയുള്ള കേസ് പിൻവലിക്കത്തില്ല. അങ്ങനെ തന്നെ വേണമെന്ന് പറയും. ശ്രീകാന്തും കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് രേവതി അവരെ കാണുന്നതും പറയും, പക്ഷേ നിനക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും. ഉടനെ രേവതിയുടെ കൈ പിടിച്ചിട്ട് പക്ഷേ പറയും, സോറി ചേച്ചി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. അതിന് നീ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആ ചേച്ചി എല്ലാവരെയും മുന്നിൽ വെച്ച് ഞാൻ ശരത്തിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതിയ അതൊരു റോബറിയാണ് അവൻ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അവനെ കുറ്റപ്പെടുത്തിയെന്നൊക്കെ പറയും. അത് ചോദിക്കും, അവൻ തെറ്റ് തന്നെയാണ് പക്ഷേ ചെയ്തതെന്ന് രേവതി തലതാഴ്ത്തി പറയുന്നുണ്ട്. ആ ചേച്ചി, അത് ഞാൻ അന്ന് പറയാൻ കാരണം ശ്രീകാന്ത് എന്നോട് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് സത്യാവസ്ഥ മനസ്സിലായത്. പിന്നെ സച്ചുക്ക് നിനക്ക് എന്താ മനസ്സിലായത്? അത് മുൻപ് ഇവിടെ ശരത്ത് വന്ന സമയത്ത് അമ്മയും ചേച്ചിയും സുധിയേട്ടനും ചേർന്ന് അവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. അതിൻ്റെ ദേഷ്യത്തിൽ അവൻ ചെയ്തതാണെന്ന് ശ്രീകാന്ത് പറഞ്ഞത്. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതെന്ന് പറയും. അച്ഛയ്ക്കും, അതാ നിനക്കെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലായല്ലോ. എപ്പോൾ അവനിവിടെ വന്നാലും അവനെ കള്ളൻ എന്ന് പറഞ്ഞ് അമ്മ അവനെ ആക്ഷേപിക്കും. സഹികെട്ട് അവൻ ചെയ്തു പോയത് അവൻ, അല്ലാതെ അവനൊരു കള്ളനോ ക്രിമിനലോ ഒന്നുമല്ല. അന്ന് അങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്തു. അന്ന് തന്നെ ആ പൈസ തിരിച്ചു മേടിച്ച് അമ്മയ്ക്ക് കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ പേര് ഇപ്പോൾ കേസ് കൊടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ അവൻ എക്സാം തുടങ്ങും. ഇപ്പം ജയിലും കേസും ഒക്കെ അവരുടെ ഭാവി എന്താ, അതിനെക്കുറിച്ച് പോലും അമ്മ ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ശ്രീകാന്തൻ പറയും, സോറി സച്ചിയേട്ടാ, ഞങ്ങളോട് ക്ഷമിക്കാൻ പറയും. ശരിയെന്ന് പറയും. അപ്പോഴത്തേക്കാണ് രവി അങ്ങോട്ട് വരുന്നത്. രവിയെ കാണുന്നതും രേവതി ഓടിച്ചെന്ന് പറയും, അച്ഛാ എന്താ അച്ഛാ അമ്മയോട് സംസാരിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പറയും. രവി ഒന്നും മിണ്ടത്തില്ല. അപ്പോഴേ സച്ചിക്ക് മനസ്സിലാവും, ഇല്ല മോളെ, ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടും അവളുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലെന്നാണ് പറയുന്നത്. അവൾ പരാതി പിൻവലിച്ച കേസ് നമുക്ക് ഇല്ലാതാക്കി അവനെ തിരിച്ചു കൊണ്ടുവരാം, പക്ഷേ അവൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, സാരമില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓടി വന്ന് അച്ഛനെയും കെട്ടിപ്പിടിക്കും. അതിനുശേഷം വക്കീലിനെ കാണാനായിട്ട് രേവതിയും സച്ചിയും കൂടി വക്കീൽ ഓഫീസിൽ ചെല്ലും. വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്തായി, നിങ്ങളുടെ അമ്മയെ കണ്ട് സംസാരിച്ചു എന്ന് പറയും. ഇല്ല സാർ, അമ്മ ഒരു തരത്തിലും പരാതി പിൻവലിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല, മറ്റെന്തെങ്കിലും മാർഗ്ഗം നമുക്ക് നോക്കണം. എന്തായാലും നിങ്ങളുടെ അമ്മ കേസ് പിൻവലിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ ചിലവുള്ളായിരുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പം 5 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറയും. 5 ലക്ഷം രൂപയൊന്ന് രേവതി ചോദിക്കും. അതെ, ചിലവുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അവനെ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുക. അവനെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നവരെ അവൻ ഒളിവില്ല. അപ്പോൾ അവൻ ഒളിവിൽ പോയ കേസും കൂടി അവർ ഇതിൻ്റെ കൂടെ ഫയൽ ചെയ്യുമെന്ന് പറയും. അയ്യോ സാറേ, അങ്ങനൊന്നും പറയരുത്. എങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്ത് എത്രയും പെട്ടെന്ന് പൈസ അറേഞ്ച് ചെയ്യാൻ നോക്ക്. അവനെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയും. അങ്ങനെ പറയും, ഇപ്പോൾ എന്ത് ചെയ്യും സച്ചിയേട്ടാ? എന്തായാലും സാറ് പറഞ്ഞില്ലേ, നമുക്ക് പൈസ അറേഞ്ച് ചെയ്യാമെന്ന് പറയും. അങ്ങനെ സച്ചി വണ്ടിക്ക് ഡ്യൂ അടച്ചുകൊണ്ടിരിക്കുമല്ലേ, അവിടെ ചെന്നിട്ട് കുറച്ച് എമൗണ്ടും കൂടി ചോദിക്കും. പറയും, സാറേ, എനിക്കൊരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. 5 ലക്ഷം രൂപയോ? വണ്ടിക്ക് ഡ്യൂ ചെയ്തപ്പോൾ ഞാനങ്ങനെ നിനക്ക് 5 ലക്ഷം രൂപ വരുന്നത്? ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഞാനൊരു 1 ലക്ഷം രൂപ തരാൻ പറയും. സാറേ, അത് പറ്റത്തില്ല, 2 തികച്ച് തരണം സാറേ, കറക്റ്റായിട്ട് ഞാൻ ഡ്യൂ അടയ്ക്കുന്നില്ല എന്നൊക്കെ പറയും. മഹേഷും പറയും, സാറേ അവൻ കറക്റ്റായിട്ട് പൈസ അടയ്ക്കുന്നില്ലേ, വളരെ അത്യാവശ്യമായിട്ടാ സാറേ അവൻ ചോദിച്ചത്. ശരി, 5 ലക്ഷം രൂപ തരാം, കാർ എനിക്ക് തരാൻ പറയും. അപ്പോൾ സാറേ, കാറുകൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത്, സാർ 2 ലക്ഷം രൂപയെങ്കിലും തികച്ചു തരാൻ പറയും. അങ്ങനെ മഹേഷും കൂടി പറയുന്നത് കേട്ടുകൊണ്ട് അയാൾ 2 ലക്ഷം രൂപ സച്ചിക്ക് കൊടുക്കാൻ സമ്മതിക്കും. ആ പൈസയും വെച്ച് ഇനി ബാക്കി 3 ലക്ഷം രൂപയ്ക്ക് എന്തോ ചെയ്യുമെന്ന് പറയുമ്പോൾ മഹേഷ് പറയും, ഇവിടെ എൻ്റെ കയ്യിൽ 25,000 രൂപയുണ്ട്, ഞാൻ അതും കൂടി നിനക്ക് തരാം. അത് വേണ്ട, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറയും.
അത് കുഴപ്പമില്ലടാ, ഈ ഒരു സമയത്തിലെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഉപകരിക്കേണ്ടത്, നീ എനിക്ക് എന്തെല്ലാം സമയത്ത് നീ എന്നെ സഹായിച്ചിരിക്കുന്നു, ഇത് നിൻ്റെ കൈ വെച്ചോളാൻ പറഞ്ഞിട്ട് 25,000 രൂപ കൊടുക്കും. അങ്ങനെ ആകെ മൊത്തം 2,25,000 രൂപയായിട്ടാണ് സച്ചി രേവതിയുടെ വീട്ടിലോട്ട് വരുന്നത്. ആ സമയത്ത് അവരും കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് വെക്കും. ലക്ഷ്മി അമ്മയുടെ കയ്യിലുള്ള കുറച്ച് പൈസയും ദേവുവിൻ്റെ ശമ്പളവും രേവതിയുടെ ഗോൾഡെല്ലാം വിൽക്കുന്നതും ഒക്കെ കുറച്ച് പൈസ എടുത്ത് വെക്കും. അതിനുശേഷം അവരുടെ അച്ഛൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മിഷൻ ഉണ്ടായിരുന്നു, അവരുടെ കൽബീൻ്റെ മിഷനുണ്ട്, ആ മിഷനും കൂടി ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ അവർ 7,000 രൂപ കൊടുക്കും. അങ്ങനെ ആ മിഷൻ വണ്ടിയിൽ കയറ്റുന്നത് കണ്ടുകൊണ്ടാണ് സച്ചി വരുന്നത്. ഇതെന്താ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കും. അത് മോനെ ഞങ്ങൾ അവർക്ക് വിറ്റു, 7,000 രൂപ തന്നു. എന്തിനാ അമ്മ, ഇത് നിങ്ങൾ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുന്ന സാധനമല്ലേ, ഇത് കൊടുക്കേണ്ട കാര്യം എന്താ? അത് സച്ചേട്ടാ ഞങ്ങളെ കൊണ്ടാവുന്ന ഞങ്ങളും കൂടി ചെയ്യേണ്ടായോ, എല്ലാം സച്ചേട്ടൻ്റെ കൊണ്ട് ചുമപ്പിക്കുന്ന എങ്ങനെ അതൊക്കെ ചോദിക്കും. എനിക്കറിയത്തില്ല, അവൻ എൻ്റെയും കൂടി അനിയനില്ലോ, ഈ ഒരു അവസ്ഥ എനിക്കറിയത്തില്ല അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. എന്തായാലും ഇത് നിങ്ങൾ കൊടുക്കണ്ട, ഇത് അച്ഛൻ്റെ ഓർമ്മയ്ക്കാന്ന് എപ്പോഴും രേവതി പറയുന്നില്ലേ. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് 7,000 രൂപ തിരിച്ചു കൊടുത്തുകൊണ്ട് ആ മിഷൻ സച്ചി അവിടെ ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടി സ്വരൂപിച്ച് വെച്ച 1,75,000 രൂപയും സച്ചി ഏൽപ്പിക്കുന്നുണ്ട്. സച്ചിയേട്ടാ ഇനിയും പൈസ വേണമല്ലോ, അത് നമുക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞൊരു വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ബാങ്കിൽ റൂം കെട്ടാനായിട്ട് ബാങ്കിലിട്ടേക്കുന്ന കുറച്ച് കാശും പിന്നെ അവരുടെ കുടുക്കയിലിട്ട് വെച്ചേക്കുന്ന കുറച്ച് പൈസ എല്ലാം കൂടി എടുക്കും. അങ്ങനെ ആ സമയത്തോട്ടാണ് രവി ആ റൂമിലോട്ട് കടന്നു വരുന്നത്. രവി ചോദിക്കും, എന്താ മക്കളെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ എന്ന് പറയും. അങ്ങനെ രവിയുടെ കയ്യിലിരിക്കുന്ന ഒരു ചെക്ക് അവരുടെ കൊടുക്കും. 35,000 രൂപയുടെ ചെക്കാണ് കൊടുക്കുന്നത്. അച്ഛാ ഇതെന്താ ഇതിൻ്റെ ആവശ്യമില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് രേവതി കാര്യം. എനിക്കറിയാം ഈ ഒരവസ്ഥ നിങ്ങൾക്ക് പണത്തിന് നല്ല ആവശ്യമുണ്ടെന്ന്. എന്നാൽ അപ്പോഴത്തേക്ക് സച്ചി ഓടി വന്ന് സച്ചിൻ രവിയെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം അവർക്ക് ആ സമയത്ത് പൈസ ആവശ്യമുള്ളതായിരുന്നു. പക്ഷേ അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരൊന്നും പറയാതിരിക്കുന്നതാണ്. ആ കാശും കൂടി മേടിക്കും. ചെറുതിലെ മക്കൾ കഷ്ടപ്പാടറിയല്ലോ എന്ന് കരുതി അച്ഛനും അമ്മയും ഒരുപാട് കാര്യങ്ങൾ വിളിക്കും. ഇപ്പം ഞങ്ങളെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളും പലതും ഞങ്ങളെ ഒളിപ്പിക്കുക, എത്രയും പെട്ടെന്ന് കേസിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് പറയും. രവിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ തെറ്റ് ചെയ്തും പോയി. അപ്പോൾ ആ കാശും എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നേരെ വക്കീലിൻ്റെ അടുത്ത് വരികയാണ്. വക്കീലിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, സാറേ ഇത് മൊത്തത്തിൽ 5 ലക്ഷം രൂപ തികച്ചില്ല, ഇതൊരു 4,80,000 രൂപയുണ്ട്, 20,000 രൂപ കുറവുണ്ട്, സാർ ഇത് മേടിക്കണം, ഇത്രയും കാശ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ പണയപ്പെടുത്തി കാശ് മേടിച്ചതും കയ്യിലുണ്ടായിരുന്ന കാശും ബാങ്കിലുണ്ടായിരുന്നതും ഗോൾഡ് പണയപ്പെടുത്തിയതും വീട്ടുകാർ തന്ന പൈസയെക്കുറിച്ചും എല്ലാം രേവതി വക്കീലിൻ്റെ അടുത്ത് പറയാണ്. സാറേ അവനെ രക്ഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സാറ് ചെയ്യണം, ഈ പൈസ കുറവെന്ന് കരുതി സാറ് ചെയ്യാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട്. സച്ചിൻ പറയും, സാറേ ഞാൻ കാർ ഓടിക്കുന്നൊരു ഡ്രൈവറാണ്, മിച്ചം വരുന്ന പൈസ ഞാൻ തന്നെ സാറിനെ കൊണ്ട് ഏൽപ്പിച്ചോളാം, സാർ അവനെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നൊക്കെ പറയും. താൻ വിഷമിക്കേണ്ട, കുറച്ച് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും അതിനുവേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയും. നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, നിങ്ങളുടെ അനിയന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും. നിങ്ങൾ പൊയ്ക്കോളാൻ പറയും. അങ്ങനെ വക്കീൽ പറഞ്ഞത് കേട്ടുകൊണ്ട് രണ്ടുപേരും മടങ്ങി വീട്ടിലോട്ട് പോകുന്നുണ്ട്. ശേഷം വക്കീൽ ഓഫീസിൽ നിൽക്കുന്ന ഗുമസ്തൻ്റെ അടുത്ത് ചോദിക്കും, എടോ ആ കേസ് കൊടുത്ത സ്ത്രീയുടെ പേരെന്താണെന്നാണ് പറഞ്ഞു. അത് ചന്ദ്രമതി എന്നാന്ന് പറയും. അവരുടെ വീക്ക് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അന്വേഷിക്കണം, നമുക്ക് അത് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറയും. അങ്ങനെ അവരെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് വന്ന് ഗുമസ്തൻ വന്ന് പറയും, സാറേ അവർക്ക് 3 ആമക്കളാണ്, ഇളയ 2 മക്കളോടാണ് അവർക്ക് സ്നേഹം കൂടുതൽ. അതിൽ ഇളയ മോൻ്റെ ഭാര്യയുണ്ട്, വരുന്ന ശ്രുതി, മലേഷ്യ എന്നാണ് പറയുന്നത്. പിന്നെ ഒരാൾ വർഷ, അത് നമ്മുടെ മധുസൂദനൻ നായർ സാറിൻ്റെ മോളാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ അവർക്ക് പണമുള്ള മരുമക്കളോടാണ് കൂടുതൽ സ്നേഹം, പണത്തിനോട് ഒരല്പം പ്രിയമുള്ള ആളാന്നൊക്കെ പറയും. ശരിയെങ്കിൽ നമുക്ക് ആ രീതിക്ക് തന്നെ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് വക്കീല് പറയും, നമുക്ക് അവരെ ഒന്ന് കാണണമല്ലോ, സാറേ ഇങ്ങോട്ട് വിളിപ്പിക്കണോ അതോ അങ്ങോട്ട് പോകണോ? ഇതൊരു ഒത്തുതീർപ്പാക്കലല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അവരുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയും. അങ്ങനെ ഗുമസ്തനും വക്കീലുമായിട്ട് നേരെ ചന്ദ്രമായി താമസിക്കുന്ന ഭാമയുടെ വീട്ടിലോട്ട് ചെല്ലും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി വക്കീൽ വക്കീൽ ചന്ദ്രമതിയോട് സംസാരിക്കും. ഇനി ചന്ദ്രമതിക്ക് പണത്തിനോട് അല്പം പ്രിയമുള്ള ആളായതുകൊണ്ട് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കും, എങ്കിലൊരു ഒത്തീർപ്പാക്കി കേസ് പിൻവലിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.